ഹല്ലേലൂയ. വീണ്ടെടുത്ത് മാത്രമല്ല, കർത്താവ് എന്നെ രക്ഷിച്ചു. കർത്താവ് രക്ഷ എന്നുള്ളത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഈ ലോകപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് മാത്രമല്ല നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. കർത്താവ് വരുവാനുള്ള ലോകത്തിൽ നമ്മെ, ഹല്ലേലൂയ, നമുക്ക് കഷ്ടതയില്ല, പട്ടിണിയില്ല, കർത്താവ് നഗ്നതയില്ലാത്ത ഒരു നാട്ടിലേക്ക് നമ്മെ ചേർക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവെ നമ്മെ വീണ്ടെടുത്തു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, വിശ്വാസം എന്നത് ഇവിടെ നാം വായിച്ചിരിക്കുന്ന ഈ വേദവാക്യത്തിൽ നാം വായിച്ചത്, ഹല്ലേലൂയ, 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ ഒരു വേദഭാഗമാണിത്. ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ്. എന്നാൽ അതിൽ 10 പേരെ ദൈവം സൗഖ്യം നൽകി. എന്നാൽ അതിന് ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ ഒരുവൻ മാത്രമേ കർത്താവിൻ്റെക്ക് മടങ്ങി വന്നുള്ളൂ. ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം നമുക്ക് നൽകിയ നന്മകളെ ഓർത്ത് സന്നിധിയിൽ കർത്താവെ നന്ദിയുള്ളവരായി കർത്താവിൻ്റെ കരങ്ങളിൽ താണിരുന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയുവാൻ തക്കവണ്ണം എത്രത്തോളം നാം, ഹല്ലേലൂയ, ദൈവത്തോട് നന്ദി പറയുന്നവരായിരിക്കുന്നു. കർത്താവ്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളുടെ മധ്യേ നാം ദൈവത്തോട് പെറുപിറുക്കാതെ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവേ, യേശുവേ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം എന്നുള്ളത് നാം ഒരു 2 വാക്കിൽ പറഞ്ഞു ഒതുക്കേണ്ടത് ഒരു വാക്യമല്ല. വിശ്വാസം എന്നുള്ളത്, ഹല്ലേലൂയ, നമ്മുടെ അകത്തുനിന്ന് വരേണ്ടതാണ് വിശ്വാസം. ഹല്ലേലൂയ, സ്തോത്രം. നാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കർത്താവ് എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാൻ വിശ്വാസിയാണെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവേ, നമ്മുടെ വിശ്വാസത്തെ ദൈവം പരിശോധിക്കും. ഹല്ലേലൂയ, നാം ഏതൊക്കെ നിലയിൽ കർത്താവിനോട് അടുത്തിരിക്കുന്നു എന്ന്, ഹല്ലേലൂയ, നമ്മൾ, ഹല്ലേലൂയ, ആത്മാവ് കൊണ്ട് നാം കർത്താവിനോട് ചേർന്നിരുന്നിട്ടാണോ നാം വിഷയങ്ങളുടെ മധ്യേ പ്രാർത്ഥിക്കുന്നത് എന്ന് കർത്താവ് നമ്മെ നോക്കും. ഹല്ലേലൂയ, കർത്താവ് നൽകിയ ഈ 10 കുഷ്ഠരോഗികൾക്ക് നൽകിയ സൗഖ്യത്തിൽ കർത്താവിനോട് നന്ദി കാണിക്കാൻ ഒരുവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവെ, എൻ്റെ പലവിധമാകുന്ന പ്രയാസങ്ങൾ എന്നോട് കൂടെ ഇരുന്നു. കർത്താവെ, തളർന്നു പോകേണ്ട സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കടന്നു വന്നല്ലോ. എന്നാൽ അതിൻ്റെ മേലെല്ലാം ദൈവത്തിൻ്റെ വലിയ, ഹല്ലേലൂയ, വലിയ പ്രവൃത്തി കാണുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചതുകൊണ്ട്, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, കർത്താവേ. ഞാൻ, ഹല്ലേലൂയ, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയല്ല കർത്താവ്, എൻ്റെ വിശ്വാസം കർത്താവ് എന്നെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ, എന്നെ കർത്താവ്, ഹല്ലേലൂയ, കർത്താവിലുള്ള വിശ്വാസത്തിലൂടെ കർത്താവ് എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ, വീണ്ടെടുത്ത് മാത്രമല്ല, കർത്താവ് എന്നെ രക്ഷിച്ചു. കർത്താവ് രക്ഷ എന്നുള്ളത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് ഈ ലോകപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് മാത്രമല്ല നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. കർത്താവ് വരുവാനുള്ള ലോകത്തിൽ നമ്മെ, ഹല്ലേലൂയ, നമുക്ക് കഷ്ടതയില്ല, പട്ടിണിയില്ല, കർത്താവ് നഗ്നതയില്ലാത്ത ഒരു നാട്ടിലേക്ക് നമ്മെ ചേർക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവെ, നമ്മെ വീണ്ടെടുത്തു. കർത്താവിലൂടെ, ഹല്ലേലൂയ, കർത്താവിൽ വിശ്വസിക്കുന്നവനെ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ നാം കർത്താവിനെ വിശ്വസിക്കുമ്പോൾ കർത്താവ് നമ്മുടെ അകത്ത് വന്ന്, ഹല്ലേലൂയ, നമ്മെ രക്ഷിച്ചു. കർത്താവെ, എവിടെ നിന്ന് രക്ഷിച്ചു? നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, കർത്താവെ, നമ്മുടെ പാപജീവിതത്തിനെ എല്ലാം ഉരിഞ്ഞു കളഞ്ഞ് കർത്താവായ യേശുവിൻ്റെ ഉള്ള വിശ്വാസത്താൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം നമുക്ക് നൽകിയ നല്ല രക്ഷയ്ക്കായി വലിയവനായ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തുതിക്കുന്നു കർത്താവേ.